ചേട്ടാ ഈ ലോട്ടറിയിലെ പൈസ കിട്ടുമോ? അങ്ങനെ കൊടുത്താൽ മതി. ഈ നമ്പറിലെ കൊടുക്കട്ടെ. അല്ല എൻ്റെ അടുത്ത് കൊടുത്ത നമ്പറാ. പൈസ കിട്ടിയെങ്കിൽ എங்களுக்கு 1,00,000 ഞാൻ കൊടുക്കാം. ഇല്ലെങ്കിൽ അല്ലാതെ കൊടുക്കാൻ പറ്റില്ല. ഓക്കേട്ടാ. പിന്നെ എന്താ പറയുക, ഇങ്ങനെ ഒരു ജീവിതം ഇതിൻ്റെ പൈസ കിട്ടുമോ? നിങ്ങൾ സെയിലാക്കിയിട്ട് എത്ര പൈസ കിട്ടുമോ ദിവസത്ത്? 396 രൂപ ഒരു ദിവസത്തേക്ക്. തീർന്നാലും 396 രൂപ കിട്ടുമോ? 396 രൂപ. ശരി, ഒരു ദിവസം തീരില്ലെങ്കിൽ എന്താ ചെയ്യും? കാശ് പോവും. നിങ്ങൾ പൈസ പോവും. അതെങ്ങനെ? അത് ഒരു ജോലിയില്ലേ? അല്ല, ജോലിയില്ലേ? പിന്നെന്താ? കാശ് കൊടുത്തെടുക്കണമല്ലേ കടയിൽ? അങ്ങനല്ലേ? അല്ല, അങ്ങ് കാശ് കൊടുത്താൽ പിന്നെ നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ ഒരു 100 ടിക്കറ്റ് എടുക്കുന്നുണ്ട്, ഒരു 10-20 ടിക്കറ്റ് സെയിലാക്കുന്നുണ്ട്, ബാക്കി ബാലൻസ് ആണ്. പിന്നെ എന്താ ചെയ്യും? പൈസ കിട്ടും, ഇല്ലെങ്കിൽ ഇല്ല, തിരിച്ചെടുക്കില്ല. പിന്നെ കച്ചവടത്തിന് പോണതിന് മുമ്പ് നമുക്ക് വല്ല ഇറങ്ങാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ പറഞ്ഞാൽ കൊണ്ടുപോയി കൊടുക്കുക. അത് മക്കളെത്രയാ? 2 പേര്. 2 പേര്. ആണോ പെണ്ണുങ്ങളോ? 2 ആണുങ്ങളോ? പ്രായമായോ? ഒരാൾ 19 വയസ്സായി. ഇല്ലേ? സ്നേഹിച്ച് കല്യാണം കളിച്ച്. ആര്? 2 മക്കളോ? ഒരു മക്കള്? ഒരാള് വെയിറ്റിങ്. ഒരാളെ കൂടി ഇനി കെട്ടിക്കാറുണ്ട്. അല്ല, ഇത് ഫുള്ള് എന്താ പറയുക, ഇത് വിത്ത് തിന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് പൈസ കിട്ടുമോ? തീർന്നില്ലെങ്കിൽ ബാക്കിയുള്ള കാശ് പോകും. നിങ്ങൾ പൈസ പോകും. എത്ര ഒരു ദിവസത്തേക്ക് പറഞ്ഞ് നിങ്ങൾ? 396. എന്താ 396? എന്താ കാൽക്കുലേഷൻ എനിക്കറിയില്ല. 4000 രൂപ. അല്ല, 400 രൂപ കിട്ടേണ്ടത്. 2004 രൂപ അവിടെ കൊടുക്കണം. എവിടെ? കടയിൽ കൊടുക്കണോ? ഇതിൻ്റെ വില. ഇതിൻ്റെ പൈസ അവിടെ കൊടുക്കണം. ദേവസ്ഥനെ ദേവസ്ഥനാണ് നിങ്ങളെ പരിപാടി പോകുന്നുണ്ടല്ലേ? ഭാഗ്യമുണ്ടെങ്കിൽ കയ്യിലിരിക്കുന്നതിന് കിട്ടില്ലേ? ഓക്കെ. താങ്ക്സ് ചേട്ടാ. ഓക്കെ, ബൈ. കാണാം. ഓക്കെ.